ഇത് നേന്ത്രപ്പഴം കൊണ്ടുള്ള പുളിശ്ശേരിയാണ്. ഇതിനായിട്ട് ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം ഉള്ളിലുള്ള അരിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു പച്ചമുളക്, കറിവേപ്പില, ചെറിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു കഷ്ണം നേന്ത്രപ്പഴം, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം അടുപ്പത്തേക്ക് ഒരു പാൻ വെക്കാം. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പം ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. പിന്നീട് വറ്റൽമുളക്, പിന്നെ കറിവേപ്പില, ഇത് രണ്ടും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 10 സെക്കൻഡിന് ശേഷം ഇതൊന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരപ്പൊന്ന് ചൂടായാൽ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം ശർക്കരപ്പൊടിയാണ്. പിന്നെ വേണ്ടത് 2 നുള്ള് ഉലുവാപ്പൊടിയാണ്. നമ്മുടെ പുളിശ്ശേരിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഉലുവാപ്പൊടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി.